ബീഹാറിൽ തിരഞ്ഞെടുപ്പ് ചൂടിൽ ചുട്ടുപൊള്ളി എൻ.ഡി.എ തകർന്നടിയുമെന്ന അവസ്ഥയിൽ 14-ാം തീയതി ഫലത്തിനായുള്ള കാത്തിരിപ്പിലാണ് ദേശീയ രാഷ്ട്രീയം. ഈ അവസരത്തിലാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് പിന്നാലെ യുവനിരയെ തദ്ദേശ പോരാട്ടങ്ങളിൽ കളത്തിലിറക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുമ്പോൾ ഒരു പുതിയ മാറ്റത്തിൻ്റെ കാഹളമാണ് കോൺഗ്രസിൽ മുഴങ്ങുന്നത് എന്ന് മനസ്സിലാവുന്നത്. ജനം കേരളത്തിൽ എരുതിയിലാണ്. എന്നിരിക്കെ മിഷൻ 2025 പ്രകാരം രൂപീകരിച്ച കോർ കമ്മിറ്റികൾക്ക് തിരഞ്ഞെടുപ്പ് ചുമതല നൽകിക്കൊണ്ട് തന്ത്രങ്ങൾ മെനയുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണിക്കുന്ന മുഖ്യ മാനദണ്ഡങ്ങൾ വിജയസാധ്യതയും പൊതു സ്വീകാര്യതയും പാർട്ടിയോടുള്ള കൂറിനും സ്വഭാവശുദ്ധിക്കും പ്രാധാന്യം നൽകുക, വനിതാ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ മഹിളാ കോൺഗ്രസിലും പാർട്ടിയിലും സജീവമായി പ്രവർത്തിക്കുന്നവർക്ക് മുൻഗണന നൽകുക എന്നിവ ഉൾപ്പെടെയുള്ളതാണ്. കാലത്തിൻ്റെ വ്യതിയാനങ്ങളിൽ നൂതന കാഴ്ചപ്പാടുകൾ മുൻതൂക്കം നൽകാനാണ് കോൺഗ്രസ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ ഇപ്പോൾ നമുക്ക് നൽകുന്ന സന്ദേശം. ഏത് തിരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ അത് തദ്ദേശമാണെങ്കിലും നിയമസഭ ആണെങ്കിലും രാഷ്ട്രീയ പരിചയ സമ്പത്തുള്ളവരെ പരിഗണിക്കുക എന്ന ചരിത്രമാണ് അനുവർത്തിച്ചു വന്നിരുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ കേരളത്തിൽ കോൺഗ്രസ് തന്ത്രം മാറ്റിപ്പിടിക്കുകയാണ്. KSUക്കാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സിനിമാ മേഖലയിലുള്ളവരും സംഗീത മേഖലയിലുള്ളവരും വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നതരായവരും ടെക്കിയും നിയമപണ്ഡിതാവും അടക്കമുള്ള ഒരു യുവജനതയെ കളത്തിലിറക്കിയാണ് കോൺഗ്രസ് പോരാട്ടത്തിനായി ഇപ്പോൾ സജ്ജമായിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ പാർട്ടിയുടെ അച്ചടക്കത്തിൽ നിൽക്കാനുള്ള ഒരു ഉറപ്പിനായിട്ട്, കാരണം ഇവർ പുതിയ തലമുറയാണ്, ഈ തലമുറയ്ക്ക് പാർട്ടിയുമായിട്ടോ അല്ലെങ്കിൽ പാർട്ടി എങ്ങനെ പാർട്ടിയുടെ നിലപാടുകൾ അനുസരിച്ച് നിൽക്കണമെന്നോ ഒന്നും അറിയാത്ത ആ കാഴ്ചപ്പാടിൽ നിന്ന് ജനത്തിൻ്റെ ഇടയിൽ നിന്ന് കണ്ടെടുത്ത ഈ സ്ഥാനാർത്ഥികൾ, അതുകൊണ്ടാണ് ഇങ്ങനെയൊരു നീക്കം കോൺഗ്രസ് നടത്തുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുമെന്നും പാർട്ടി നിശ്ചയിക്കുന്ന ലെവി കൃത്യമായി നൽകുമെന്നും ഉറപ്പ് നൽകുന്ന ഒരു സാക്ഷ്യപത്രം സ്ഥാനാർത്ഥികൾ ഒപ്പിട്ട് നൽകണം. ഘടകകക്ഷികളുമായുള്ള തർക്കങ്ങൾ മേൽഘടകങ്ങൾ ഇടപെട്ട് പരിഹരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടണം. ഇങ്ങനെയൊക്കെ കാലാന്തര മാറ്റങ്ങളാണ് കോൺഗ്രസ് ലക്ഷ്യം വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് സജ്ജമാകുന്നത്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. 1-ാം ഘട്ടത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 7 ജില്ലകളിലാണ്. ഡിസംബർ 9-നാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുക. 2-ാം ഘട്ടത്തിൽ ഡിസംബർ 11-ന് വയനാട്, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിലായിരിക്കും. ആകെ 33,746 പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ടാകും. 1,37,922 ബാലറ്റ് യൂണിറ്റുകളും 50,691 കൺട്രോൾ യൂണിറ്റുകളും സജ്ജമാക്കും. 1,249 റിട്ടേണിംഗ് ഓഫീസർമാർ ഉൾപ്പെടെ 1.80 ലക്ഷം ഉദ്യോഗസ്ഥരെ വോട്ടെടുപ്പിനായി നിയോഗിക്കുമെന്നാണ് പറയപ്പെടുന്നത്. 2.50 ലക്ഷം ഉദ്യോഗസ്ഥരാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നവംബർ 14-ന് പുറത്തിറക്കുമെന്നാണ് അറിയുന്നത്. നാമനിർദ്ദേശം നൽകാനുള്ള അവസാന തീയതി നവംബർ 21-നാണ്. സൂക്ഷ്മ പരിശോധന നവംബർ 22-നും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 24-നുമാണ്. വോട്ടെണ്ണൽ ഡിസംബർ 13-നും നടക്കും. കേരളം കഴിഞ്ഞ 9.5 വർഷമായി LDF ഭരണത്തിലാണ്. ആദ്യഘട്ടത്തിൽ ഭരണത്തിലിരിക്കെ കോവിഡും നിപ്പയും പ്രളയവുമൊക്കെ കേരളത്തെ പ്രതിസന്ധിയിലാക്കിയപ്പോൾ അതിനെ നേരിടാൻ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് നേരിട്ടതൊക്കെ ഇത് തങ്ങളുടെ മാത്രം നേട്ടമായി കാട്ടിയാണ് 2-ാം ഘട്ടത്തിൽ ജനത്തെ പറ്റിച്ച് LDF അധികാരത്തിൽ കയറിയത്. പിന്നീട് CPM മന്ത്രിമാരുടെ കിരാതവാഴ്ചയുടെ ജനദ്രോഹ താണ്ഡവമായിരുന്നു കേരളത്തിൽ നമ്മൾ കണ്ടത്. നികുതി ഭാരവും വിലക്കയറ്റവും ഉപ്പ് തൊട്ട് കർപ്പൂരം വില വർദ്ധിപ്പിക്കുകയും സപ്ലൈകോയിൽ സബ്സിഡി പ്രഖ്യാപിക്കുകയും എന്നാൽ സാധനം മേടിക്കാൻ ചെന്നാൽ തരിശായ കട മാത്രം കാണാൻ കഴിയുന്നതും ഇക്കാലയളവിൽ CPMൻ്റെയും നേതാക്കളുടെയും പ്രസ്താവനകളും അവരുടെ നിലപാടുകളൊക്കെയും അതിലുപരി സാധാരണ ജനങ്ങളെ പിഴിയുന്ന ഒരു സർക്കാരിൻ്റെ നടപടികളും ശബരിമല കൊള്ളയിൽ സർക്കാരിൻ്റെ പങ്കും LDF നേതാക്കളുടെ കള്ളക്കളിയും കൊറോണ കിറ്റ് അഴിമതിയും വയനാട് ദുരന്ത മേഖലയിലെ തരംതിരിവും ബ്രൂവറി അഴിമതിയും വീണ വിജയൻ്റെ എക്സാലോജിക്ക് അഴിമതിയും മകൻ്റെ പേരിൽ വന്ന ED നോട്ടീസ് മുക്കിയതും ഏറ്റവും അവസാനമായി
PM ശ്രീ വഴി കേരള വിദ്യാഭ്യാസ പദ്ധതിയെ BJPക്ക് അടിയറവ് വെച്ചതും ഉൾപ്പെടെയുള്ള കുന്നോളം ഭരണ പരാജയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് UDF ഇപ്പോൾ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ രംഗത്തിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ UDFിൻ്റെ ഒരു വലിയ വിജയം കൊയ്യാൻ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സാധിക്കുമെന്നാണ് പൊതുവെയുള്ള കണക്കുകൂട്ടൽ. ജനകീയ മുഖവും ഏറ്റവും നല്ല പ്രൊഫൈലും യുവത്വത്തിൻ്റെ ഊർജ്ജസ്വലതയും വിദ്യാഭ്യാസവും അടക്കമുള്ള ഘടകങ്ങളെ മുൻനിർത്തി സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുന്ന കോൺഗ്രസ് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. എങ്കിലും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഈ കോൺഗ്രസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ തന്ത്രങ്ങളും സൂത്രങ്ങളും ജനാധിപത്യ രീതിയിൽ തന്നെ പ്രയോഗിച്ചും ഒരു യഥാർത്ഥ ജനഹിതം നടപ്പിലാക്കാൻ തന്നെയാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് UDF മാറിക്കഴിഞ്ഞു, കോൺഗ്രസ് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ജനം കൃത്യമായും ഇത് വിലയിരുത്തപ്പെടുമെന്നും ഇവിടെ നാളെ ഈ തിരഞ്ഞെടുപ്പിന് അടുത്ത വർഷം നടക്കുന്ന തിരഞ്ഞെടുപ്പ് അവസാനിച്ചാൽ ഭരണത്തിലേറുന്നത് UDFിൻ്റെ ശക്തമായ ഒരു ടീമായിരിക്കുമെന്നും ഉറപ്പിന്മേൽ നിന്നുകൊണ്ടാണ് UDF ഒറ്റക്കെട്ടായി ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിനെ കാണുന്നതും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ കാണുന്നതും. അതുകൊണ്ട് തന്നെ ടീം UDF ഇവിടെ ശക്തമാണ്. LDFിൻ്റെ പരാജയം കണ്ടേ ടീം UDF ഇനി മുന്നോട്ടുള്ളൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.